യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ച ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇനിയൊരു തീരുമാനമുണ്ടാകും വരെയാണ് നടപടി. ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് യമനിലെ സന ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ മാറ്റിവെച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ദീർഘകാലമായി നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ തുറന്നു കിട്ടിയൊരു വെളിച്ചവാതിൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിന്റെ വധശിക്ഷ നീട്ടിവെക്കാൻ യമനിലെ സന ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. യമനിലെ ഭരണ അനിശ്ചിതത്വവും നിയമങ്ങളും കാരണം സർക്കാർ തലത്തിൽ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത്. യമനിലെ പ്രമുഖ മുസ്ലിം മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി കാന്തപുരം ചർച്ച നടത്തി. മുസ്ലിം മതനിയമമനുസരിച്ച് ദയാധനമടക്കമുള്ള പ്രായശ്ചിത്ത നടപടികൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം അംഗീകരിച്ചാൽ വധശിക്ഷയിൽ ഇളവ് നൽകാം. ഈ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് ഇടപെടലിന് അഭ്യർത്ഥിച്ചത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനടക്കമുള്ള ബന്ധുക്കളുമായി ചർച്ച നടന്നു. ദയാധനം സ്വീകരിച്ച് ശിക്ഷയിൽ ഇളവ് അനുവദിക്കുന്നതിന് ധാരണയായില്ലെങ്കിലും ഇതുവരെ ചർച്ചയോട് മുഖം തിരിച്ചു നിന്നിരുന്ന കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി എന്നത് തന്നെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ വധശിക്ഷ മാറ്റിവെക്കുന്നതായുള്ള അറിയിപ്പ് യമനിൽ നിന്ന് കാന്തപുരത്തിന് ലഭിച്ചു. വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെങ്കിലും കേസിന്റെ സങ്കീർണത അതേപടി തുടരും. ദയാധനമടക്കമുള്ള പ്രായശ്ചിത്ത നടപടികൾ സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ കുടുംബം സമ്മതം കോടതിയെ അറിയിക്കണം. ഇങ്ങനെ ഒരു കത്ത് കോടതിയിൽ സമർപ്പിച്ചാലേ വധശിക്ഷ ഒഴിവാക്കാനാകൂ. ഇതിന് കുടുംബത്തിലെ ഒരു വിഭാഗം സമ്മതമാണെന്ന സൂചനയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കൂട്ടായ പരിശ്രമമാണ് പ്രതീക്ഷയ്ക്ക് ഇടവയ്ക്കുന്ന സാഹചര്യമുണ്ടാക്കിയതെന്ന് ഗവർണറും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.